ഇഷ്ടമായി, നന്നായി ഇഷ്ടമായി. അർജുൻ അശോകൻ്റെ ഇത് അഭിനയം നല്ലോണം കരയിച്ചു, നല്ലോണം കരഞ്ഞു. എനിക്ക് ടവർ എടുക്കും, ഇവരൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. ഇത്രയ്ക്ക് നല്ലോണം കരഞ്ഞു. നല്ല സൂപ്പർ പടം, സൂപ്പറാണ്. നല്ല അടിപൊളി പടമാടാ, ഒരു രക്ഷയില്ല. എന്താ പറയുക, നമ്മളെ കരയിപ്പിക്കുകയും ചെയ്യും, കുറേ ഉളകളെ ചിന്തിപ്പിക്കുകയും ചെയ്യും. എന്താ പറയുക, ഈ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് നല്ല എന്താ പറയുക നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടവർ. നന്നായിട്ട് കരയിപ്പിക്കുകയും ചെയ്തു, തൊട്ട് അടുത്ത സ്പോട്ടിൽ ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണേ. പിന്നെ രോമാഞ്ചത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല മൂവി. തലവര സിനിമ അത് ശരിക്കും ഒരാളുടെ തലവര മാറ്റുന്ന രീതിയാണ് പടത്തിലെ കഥ പറയുന്നത്. പിന്നെ സിനിമ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് കാണാവുന്ന പടം. അതേപോലെ തന്നെ ഈ പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആ എല്ലാ ഇമോഷനും എല്ലാവരും കണക്റ്റ് ആവുന്നുണ്ട്. കാരണം ഒരാളുടെ ഇതും വെച്ച്, ഒരാളുടെ രൂപം വെച്ച് അയാൾ സിനിമയിൽ അഭിനയിക്കുന്നു. അങ്ങനത്തെ എന്തായാലും ലാസ്റ്റ് ഒരു സക്സസ്ഫുള്ളാവുന്നതൊക്കെയാണ് പടം കാണുന്നത്. എന്തായാലും ധൈര്യമായിട്ട് തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തരം ലാഗോ കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്തില്ല. അതാണ് ഈ പടത്തിൻ്റെ കഥയുടെ പ്രത്യേകത, അതാണ്. എന്തായാലും കൊള്ളാം, സൂപ്പറായിരുന്നു, നല്ല പടമായിരുന്നു. ഫാമിലിയായിട്ട് വന്ന് കാണാനും എല്ലാം നല്ലത്. അർജുൻ അശോകനാണെങ്കിലും നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു ചെയ്തു. അടിപൊളി, സൂപ്പർ, പറയാൻ പറ്റില്ല. അടിപൊളി അല്ല, എല്ലാ ആക്ടേഴ്സും ഒരുപോലെ സൂപ്പറായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഗ്യാങ്ങിൻ്റെ കൂടെ മുമ്പിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെയാണ് കാണാം. സോ ഹാപ്പി ഒരു പാർട്ട് ഓഫ് ദിസ് മൂവി. എല്ലാവരും കരഞ്ഞിട്ട് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ പബ്ലിസിറ്റി ചെയ്തു. നന്നായിട്ട് വന്നു, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം എന്നുള്ള നമുക്ക് പറയുള്ളൂ. സന്തോഷമുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതെ, നല്ല അഭിപ്രായം പറഞ്ഞു. സന്തോഷമുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഇനിയും വന്ന് കാണാനുണ്ട്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരും വന്ന് കാണണം, തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്. അടിപൊളി മൂവിയാണ്. നോർമലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു കണ്ടന്റ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഫിലിമിൽ കയറാൻ ഭയങ്കര പാടാണ് നോർമലി, അല്ലാതെ ഇപ്പം ഒരു യഥാർത്ഥ ലൈഫ് പോലെ തോന്നി. ഇമോഷണലി ഡാമേജ് ഉണ്ടായിരുന്നു, ഇമോഷണൽ ഉണ്ടായിരുന്നു. എന്താ വ്യത്യസ്ത കഥാപാത്രമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇമോഷണലി നമ്മുടെ യഥാർത്ഥ ലൈഫിൽ നടക്കുന്ന ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. നോർമലുള്ള യെസ്, നല്ല റെസ്പോൺസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരുടെ കൂടെയും കാണുന്നത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നമുക്ക് വർക്ക് ആവേണ്ട സംഭവങ്ങളൊക്കെ വർക്കായി, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കോമഡിയും വർക്കായി. ഒരു ഭയങ്കര ഹെവി ഹാർട്ടാണ്, കാരണം ഭയങ്കര ഇമോഷണലായി പോയി. ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു ജേർണിയാണ്. അത് സ്ക്രീനിൽ കാണാനും പറ്റി. അർജുൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അർജുൻ മാത്രമല്ല, എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടായിട്ട് തോന്നി. എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. സോ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ ഒന്ന് പോയി കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കാരണം എല്ലാവർക്കും ടച്ച് ആവുന്ന പോലത്തെ ഒരു സബ്ജക്റ്റാണ്. സോ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു. നല്ല മൂവിയാണ്, അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഒരു മസ്റ്റ് വാച്ച് മൂവി, എല്ലാവരും കണ്ടു മൂവിയാണ്. നല്ല പടമാണ്. ഒരു ഫീൽ ഗുഡ് പടമാണ്. എന്തായാലും തിയേറ്ററിൽ വന്നിട്ട് ആരെങ്കിലും മോശം പറയില്ല. നല്ലൊരു ഫീൽ ഗുഡ് പടമായിരിക്കും. രസമാണ് പടം, അടിപൊളിയാണ്. ചേട്ടൻ്റെ പുതിയൊരു മേക്ക് ഓവറാണ്. നല്ല ആളുടെ ആസ് എൻ ആക്ടർ ഇത് ആൾക്കൊരു എല്ലാവരും സംസാര വിഷയമാവും. അത്ര അടിപൊളിയാണ്. നല്ലൊരു സിനിമയാണ്. വളരെ എൻജോയ് ചെയ്ത്, കുറച്ച് വൈകിട്ടാണ് വന്നെങ്കിൽ പോലും അത് ആ കഥാപാത്രങ്ങളും ആ സിനിമയും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ബഹളങ്ങൾക്കിടയിൽ വളരെ ഒരു സുഖകരമായിട്ടൊരു അനുഭവം തന്നിട്ടുള്ളൊരു സിനിമയാണ്. ഡയറക്ഷൻ വിഭാഗമാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ആക്ടേഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അർജുൻ, പിന്നെ അശോകേട്ടൻ, നമ്മൾ പുതിയ ആക്ട്രസ്
പിന്നെ സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ച ഒരുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീം എഫേർട്ടിൻ്റെ അവർ ഒത്തൊരുമിച്ച് അവരുടെ ഒരു സിങ്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു കോർഡിനേഷനും അവരുടെ ഒരു റാപ്പവും കാര്യങ്ങളും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ തലവര മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന സിനിമ തന്നെയായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ആസ്വദിച്ചു. അത് ഈവൻ ചെറിയ ചെറിയ ഡയലോഗുകൾക്ക് പോലും ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു. ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൺ എലമെൻറ്റ്സ് ആണെങ്കിലും സൗഹൃദങ്ങളുടെയും അല്ലെങ്കിൽ ബന്ധങ്ങളുടെയും ഒരു വ്യാപ്തിയും അത് പിന്നെ പരാജയങ്ങളിൽ നിന്നും തിരിച്ച് വരാനായിട്ടുള്ളൊരു ഉണർവ് നൽകുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും തലവര. അപ്പം എൻ്റെ ടീമിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അത് സിനിമ തിയേറ്ററുകളിൽ തന്നെ വന്ന് കണ്ട് ആൾക്കാർ വിജയിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്, ഒരു അപേക്ഷയും കൂടിയുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടു ദ ടീം. താങ്ക് യു. പടം നല്ല പടം എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടലി നമുക്കൊരു ഫീൽ ഗുഡ് മൂവി ആണെന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ടോട്ടലി നമ്മളൊരു ഫീലായിട്ട് നമ്മൾ ടോട്ടലി എൻഗേജ്ഡ് ആണ് ആ പടത്തിൽ. അതായത് ഒരാളെ കുറിച്ച് സാധാരണ ഒരു മനുഷ്യൻ്റെ കുറവുണ്ടല്ലോ, അത് എങ്ങനെ സൊസൈറ്റി എടുത്തു കാണുന്നതെന്നും ആ ഒരു കുറവ് കൊണ്ട് ആ മനുഷ്യൻ എങ്ങനെ ഒരു ഉയരത്തിലോട്ട് എത്തുന്നു എന്നുള്ളത് കാണിക്കുന്ന എല്ലാം കൊണ്ടും നല്ല ഒരു ഫീൽ ഗുഡ് മൂവി. നമ്മൾ ടോട്ടലി എൻഗേജ്ഡ് ആണ് ആ പടത്തിൽ. ഒട്ടും ലാഭമൊന്നുമില്ല. കോമഡി ആണെങ്കിൽ അതുകൊണ്ട് ഒരു ഫീൽ ഗുഡ് ആണെങ്കിൽ എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവി, നല്ലൊരു ഫാമിലി മൂവി.